നിർത്തുവോ? ഇത് നമ്മുടെ അടുത്ത കന്നിച്ചെറുക്കനല്ലേ? ഇത് നമ്മുടെ അടുത്ത കന്നിച്ചെറുക്കനാണ്. ഇവൻ പിതാജി ആയിട്ടുണ്ട്. ഇവന്റെ മോൻ ആതാണ്ട് എന്റെ മടിയിരിക്കുന്നത്. ഇവിടെ അപ്പനും മോനും കൂടെ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഭയങ്കര സ്നേഹമാണല്ലോ. ഭയങ്കര സ്നേഹം കേട്ടോ. അതായത് നമ്മൾ ഇവർ രണ്ടുപേരും അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകത്തേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഇറക്കി വിട്ട് നോക്കിയപ്പോൾ അപ്പന് ഭയങ്കര സ്നേഹം. ഇത് ആട്ടിൻകുട്ടിയാണെന്ന് പലരും ചോദിക്കും കേട്ടോ. കണ്ടാലുണ്ടല്ലോ ഇവന്മാരുണ്ടല്ലോ, ഒരു 1-2 മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു ആട്ടിൻകുട്ടിയുടെ അത്രയും വലിപ്പമൊക്കെ വരും. ചിലർക്ക് സംശയമുണ്ട്, എനിക്ക് വരെ തെറ്റി പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇവന്മാർ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ ആട്ടിൻകുട്ടിയാണെന്നോ നമുക്കും തെറ്റിദ്ധരിച്ച് പോകുന്നുണ്ട് കേട്ടോ. ആട്ടിൻകുട്ടിയല്ല കേട്ടോ, ഇത് അവിടെയാണ് കന്നിനായേ. അച്ഛനെയും മോനും തമ്മിൽ ഇന്നാണ് കാണിക്കുന്നത്. അച്ഛനെയും മോനെയും കൂടെ ഇപ്പോഴാണ് പരസ്പരം ഒന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ആ കൂട്ടിൽ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കത്തേ ഉള്ളൂ. ഭാര്യയെ ഒന്ന് കാണിക്കാറുണ്ട്. പക്ഷെ അച്ഛൻ ഇന്ന് മോനെ കണ്ടപ്പോൾ, മോൻ അച്ഛനെ കണ്ടപ്പോഴും ഭയങ്കര സ്നേഹം കേട്ടോ. എടാ അച്ഛൻ അങ്ങോട്ട് നോക്കടാ, ഡച്ചോ. സ്നേഹിക്കുവാണല്ലോ. സ്നേഹിച്ചങ്ങ് നക്കി തോർത്ത കണ്ടോ. ചില്ലറ സോക്കേടൊന്നുമല്ല. മതി 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 മതി, നമുക്ക് ഇനി ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം. പാ. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച കന്നിച്ചെറുക്കനേക്കാൾ ഇവന് ഇച്ചിരി വലിപ്പം കുറവാണല്ലോ. ഇവന് ഇച്ചിരി വലിപ്പം കുറവാണ്, അതുപോലെ ഇവന് വണ്ണക്കുറവാണ്. പക്ഷെ ഇവന്റെ വാല് കണ്ടോ, മറ്റവനെക്കാട്ടിലും വലിയ വാലാണ്. ഇവൻ ചെക്കൻ, കുഞ്ഞു ചെക്കനാ കേട്ടോ. അവനെ മൂത്തതാ, ഇവൻ ഇളയതാ കേട്ടോ. ഇങ്ങോട്ട് നോക്കട്ടെ ക്യാമറയ്ക്ക് മുന്നേ. പിന്നെ ഇവനെ കൂടെ വെച്ച് നോക്കുമ്പോ ഇവൻ ഇച്ചിരി അരറ്റിയും കൂടാ കേട്ടോ. ഇവന് ഒരാളെന്തേലും പറയുവാണെങ്കിൽ അവന് ചാടി കയറി പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര സങ്കടമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ കൂടെ എപ്പോഴും ഒരു പെമ്പട്ടി ഇവന് വേണം. ഇവൻ ഒറ്റയ്ക്ക് കിടക്കത്തില്ല. ആ പെമ്പട്ടി ഇവന്റെ ഈ കാലിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് അവിടെ ആയിരിക്കും കിടത്തുന്നതും ഒക്കെ. ഇത് വേറെ സ്നേഹം ഇപ്പോഴൊന്നും കഴിയത്തില്ലെന്ന്. എടാ ഇത് മാത്രമല്ലടാ, നിനക്ക് വേറെ പിള്ളങ്ങളുണ്ടടാ. അതെ, പട്ടികളാന്നേലും ഉണ്ടല്ലോ സ്വന്തം മകളോടുള്ള സ്നേഹം കണ്ടില്ലേ. ഇന്ന് ശരിക്കും അവരെ തമ്മിൽ വന്ന് കാണിച്ചു, അന്നേരത്തിന് ഭയങ്കര സ്നേഹം. മതി മതി, നമുക്കിനി ബാക്കി കാര്യങ്ങൾ പറയാം. നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് നമ്മുടെ നാടൻ നായയാണല്ലേ? അതെ, നമ്മുടെ തമിഴ്നാട്ടിലെ നാടൻ നായയാണ്. വേട്ടപ്പട്ടിയും കൂടെ കേട്ടോ. വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേരാണ് കന്നി. കന്നി എല്ലാവരും തെറ്റിദ്ധരിക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കനിച്ചിറങ്ങി, ഇവനെക്കാളും വലിപ്പമുള്ള കനിച്ചിറങ്ങിന്റെ വീഡിയോ ഇട്ടപ്പോഴേ ഒരാൾ വന്നിട്ട് ഇത് ഗ്രേറ്റ് ഡൈന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു. അതിങ്ങനെ ചിലരുടെ തെറ്റിദ്ധാരണയാണ്. ചിലർ വിവരമില്ലാത്തപ്പോ ഇങ്ങനെ വിളിച്ച് പറയാം. അതൊരു ഒരുപാട് കഴിവാണ് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ ചിലർക്കുള്ള തെറ്റിദ്ധാരണ ഇവരുടെ ഹൈറ്റ് ഒക്കെ കാണുമ്പോഴൊക്കെ ഗ്രേറ്റ് ഡൈന്റെ ക്രോസ് ആന്നൊക്കെ പറയും. ഗ്രേറ്റ് ഡൈന് ഒരു ബ്ലാക്ക് കളറൊക്കെ വരും, അതുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ പറഞ്ഞത്. പക്ഷെ കന്നിനായ എന്ന് പറയുന്നത് ഇതുപോലെ മെലിഞ്ഞിരിക്കുന്ന ആള് തന്നെയാണ്. കന്നിനായക്ക് അറിയാവുന്നവർക്ക് അറിയാല്ലേ. ഇവരെ ഒരു പ്രാവശ്യമെങ്കിലും വളർത്തിയിട്ടുള്ളവർക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് നല്ലപോലെ അറിയാം. നമ്മൾ ഈ നായകളുടെ വീഡിയോ ഒക്കെ ഇടുമ്പോ കുറെ നായ പ്രൊഫസർമാരൊക്കെ നമുക്ക് കമന്റ് ബോക്സിൽ വരും. അതായത് നമുക്ക് പോലും അറിയാത്ത നായകളുടെ DNA അവരെടുത്ത് വെച്ച പോലെയാണ് അവരുടെ സംസാരമൊക്കെ കേട്ടോ. എടാ നീ കേട്ടോണം കേട്ടോ. ഇതൊരു നാടൻ നായ തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞ നാടൻ നായ തന്നെയാണ്, വേട്ടപ്പട്ടിയാണ്. പിന്നെ ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയാണ് ഇവ ഒരു വിദേശീനെയാണ്. ഞാൻ മുമ്പ് അതെല്ലാം നമ്മുടെ ഡോബർമാനുമായിട്ട് ഇവരെ കണക്ട് ചെയ്യുന്ന ചിലർക്ക് അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഡോബർമാൻ്റെ വിട്ടിരിക്കുന്നത്. ഡോബർമാൻ ആണോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഡോബർമാനും വിദേശീനൊന്നുമല്ല, ഇത് നമ്മുടെ നാട്ടിലെ തനി നാടൻ, തമിഴ്നാട്ടിലായിട്ട്, നമ്മുടെ കേരളത്തിലല്ല, തമിഴ്നാട്ടിലെ തനി നാടൻ ആൾക്കാരാണ്. നാടനാണെന്ന് ആരും ചെറുതായി കാണണ്ട, അങ്ങനെ ആരും കാണുമൊന്നും വേണ്ട. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവരെ ഒരു പ്രാവശ്യമെങ്കിലും വളർത്തിയിട്ടുള്ളവർക്കാണെങ്കിൽ ഇവരെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇരി പൊന്നിരി, കണ്ടോ. പിന്നെ അനുസരണയുടെ കാര്യത്തിലായാലും ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ള ആരും. പിന്നെ അതുപോലെ തന്നെ ഇത് രാജപാളയാണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ടല്ലോ. കുറെ പേര് പിന്നെ DNA കണ്ടുപിടിച്ചത് രാജപാളയാന്ന്. രാജപാളത്തിൽ എന്താ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാജപാള ഒറ്റ കളറേ ഉള്ളൂ, ഈ ബ്ലാക്ക് കളറൊന്നുമില്ല. അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാത്തത്. ഇത് കന്നി, അല്ലെങ്കിൽ കന്നിയും ചിപ്പിപ്പാറ ഒരേ അമ്മയ്ക്ക് ഉണ്ടാകുന്ന മക്കളാണ്. ഇങ്ങനെ കളർ ചേഞ്ചിൽ തമിഴ്നാട്ടുകാർ അങ്ങനെ മാറ്റിയത് കൊണ്ടാണ് കന്നി ചിപ്പിപ്പാറ എന്നുള്ള പേര് വന്നിട്ട്. രാജപാളയായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. രാജപാളയം നമ്മുടെ വെള്ള കളർ മാത്രമേ, വെള്ള കളറേ ഉള്ളൂ. പക്ഷെ രാജപാളത്തിന് ഇവരെക്കാട്ടി ശരീരമുണ്ട്, ഇത്ര ഹൈറ്റ് വരത്തില്ല കേട്ടോ. വാലിനും വ്യത്യാസമുണ്ട്, മുഖത്തിനും വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്തവർ ഇങ്ങനെ എടാ അതെന്താ പ്രശ്നം? ചില കേരളത്തിലെ നമ്മളെ ഇന്ത്യൻ ബ്രീഡ് എന്ന് പറയുമ്പോഴേ ആകെ അറിയാവുന്ന പേര് ഏറ്റവും കൂടുതൽ രാജപാളയം എന്നാ. ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ കന്നി, ചിപ്പിപ്പാറ, മുതോള അങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ വന്നു തുടങ്ങിയത്. കുറച്ച് പേർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ഇത് വരുന്നത്. ഈ കുഞ്ഞിനും തന്തയ്ക്കൊക്കെ എന്താ ഫുഡ് കൊടുക്കുന്നത്? തന്തപ്പടിക്കാണെങ്കിൽ ചോറും ചിക്കനും ഒക്കെയാണ്. എന്തുവോ
ഇനി പുള്ളയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പപ്പി സെർലാക്കും അതുപോലെ റോയൽ കനൈൻ്റെ ഫുഡുമാണ് കൊടുക്കുന്നത്. ചോറൊന്നും പുള്ള കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. തന്തപ്പടി പിന്നെ എന്താ കൊടുത്താലും കഴിച്ചോളൂ. അങ്ങനെ ഇറച്ചി തന്നെ നിർബന്ധമൊന്നുമില്ല. അവൻ ചോറ് സാമ്പാറും എന്തെങ്കിലും കൊടുത്താലും നിന്നും. അതുപോലെ മിൽക്കി ബാർ ഭയങ്കര ഇഷ്ടമാണ് തന്തപ്പടിക്ക്. സ്നേഹിക്കുവാണല്ലോ. ഇത് വല്ലാത്ത നോക്കണതല്ലേ, എന്നെ കൂടെ തള്ളിയിടുമല്ലോ. ഞാൻ പറഞ്ഞല്ലേ ഇവന്റെ കൂട്ടത്തിൽ എപ്പോഴും ഇവൻ ഒരാൾ വേണം. അവിടെ ഇവന് ഭയങ്കര സ്നേഹമാണ്. തന്തേ